സംഘടിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കാണേണ്ടി വന്നിട്ടില്ലാത്ത, ഒരുപക്ഷെ ലോകം തന്നെ ശ്രദ്ധിച്ച ഒരു മഹാദുരന്തത്തിന്റെ ആ നട്ടലിൽ നിന്ന് മുക്തമാകുന്നതിന് മുമ്പാണ് നമ്മൾ ഇവിടെ സന്ധിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പും തന്നെ കേരളത്തിൽ പെരുമഴയും ഉരുൾപൊട്ടലും മറ്റു പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ വയനാടിന് കഴിഞ്ഞ 30-ാം തീയതി ഉണ്ടായത് നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോകാത്ത, അതേസമയം ലോകം പോലും നെട്ടിയ ഒരു സംഭവമാണ്. ഇന്ന് നമ്മുടെ വന്യരായ നേതാക്കന്മാര്, ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് സുലൈമാൻ സാഹിബ് അടക്കമുള്ളവര് ആ പ്രദേശം സന്ദർശിച്ചപ്പോൾ ഇത്രയും ഭീമാകാരമായ ഒരു പാറക്കല്ല് എത്രയോ അടി മുകളിലേക്ക് വലിച്ചെറിഞ്ഞ ആ വെള്ളത്തിന്റെ ഒഴുക്കുണ്ടല്ലോ, അതിനൊക്കെ ഏത് ശാസ്ത്രീയമായ രീതിയിലാണ് നിർവചിക്കുക അല്ലെങ്കിൽ വിവരിക്കുക എന്ന് ആത്മകഥ ചെയ്യുകയുണ്ടായി. അത്രക്കും വലിയൊരു ദുരന്തം. 500-ഓളം പേര് നമ്മോട് വിട പറയുന്നു. വിട പറയാത്ത കുറെ ഹതാശരായ മനുഷ്യന്മാര് നമുക്കിടയിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. പക്ഷെ കേരളത്തിന്റെ ആ ഉദാത്തമായ പാരമ്പര്യം എല്ലാം മറന്ന് മനുഷ്യത്വത്തിന്റെ ആ നല്ല ഭാവങ്ങൾ കാണിച്ചുള്ള ആ മുന്നേറ്റം, ആ വേദനയും ആ കഷ്ടപ്പാടുകൾക്ക് കുറെ ലഘൂകരണമുണ്ട്. നമ്മള് കഴിഞ്ഞ ഒരു മാസത്തോളമായി കണ്ടുകൊണ്ടിരുന്നത് ലോകം തന്നെ ഒരിക്കലും തന്നെ കാണാത്തൊരു ദൃശ്യമാണ്. എല്ലാവരും തന്നെ ആ മഹാദുരന്തത്തിന്റെ വേദന പങ്കുവെച്ചുകൊണ്ട് ഓരോരുത്തരും അവർക്ക് കഴിയുന്നത്ര സഹായം നൽകാൻ വേണ്ടിയും അതിനോട് എമ്പത്തറ്റിക്കലായിട്ട് നീങ്ങാനും ഒരു ശ്രമം നടത്തി. ജാതി, മത, ഭാഷ, ദേശ, കക്ഷി, പക്ഷി, വർണ്ണങ്ങളെല്ലാം തന്നെ മറന്നുകൊണ്ട്. അതാണ് കേരളം. പക്ഷെ അതേ സമയത്ത് നമ്മുടെ ഗവൺമെന്റും സന്നദ്ധ സംഘടനകളും മറ്റു പാർട്ടികളൊക്കെ തന്നെ നിരവധി ഇവരെ പ്രവേശിപ്പിക്കാനും അതുപോലെ തന്നെ അവരുടെ കണ്ണീരൊപ്പാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഞങ്ങള് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന മഹാനായ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് ബീജാബാവ് നൽകിയ പാർട്ടി ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളുടേതായ ഒരു ധാർമ്മികമായ ബാധ്യത നിറവേറ്റേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു ചെറിയ റീഹാബിലിറ്റേഷൻ പദ്ധതി, പുനരധിവാസ പദ്ധതി ആവിഷ്കരിച്ചതും അതുപോലെ തന്നെ ഇന്ന് ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. അതായത് സുലൈമാൻ സേഠ് സാഹിബ് ഞങ്ങൾ ഇന്നും പഠിപ്പിച്ചിട്ടുണ്ട്, വെറും തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യവും മത്സരവും അല്ല രാഷ്ട്രീയ പാർട്ടി. രാഷ്ട്രീയം എന്നുള്ളത് ജനങ്ങളെ സേവിക്കല, അത് ദൈവത്തിന്റെ അടുത്ത് പ്രതിഫലം കിട്ടുന്ന ആരാധനയാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ദുരന്തം ഉണ്ടായ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പുനരധിവാസ പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. പരമാവധി ആൾക്കാർക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് ഏറ്റവും അർഹിക്കുന്നവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത്. ചുരുങ്ങിയത് 25 വീടെങ്കിലും വെച്ച് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, സ്വപ്നം കാണുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ആരും തന്നെ ഈ പുതിയ വീട് നിർമ്മാണം തുടങ്ങിയിട്ടില്ല. എത്രയും പെട്ടെന്ന് ഒരു 5 കുടുംബത്തിലെങ്കിലും പുനഃസ്ഥാപിക്കാൻ വേണ്ടി വീട് വെക്കുക എന്നുള്ള നമ്മുടെ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ ചെറിയ ശ്രമം നടത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്താണ് പറയേണ്ടത്, നല്ലവരിൽ നിന്ന് വലിയ പ്രോത്സാഹനം ലഭിക്കുകയുണ്ടായി. ഞങ്ങളിവിടെ ഈ ഭാഗത്ത് ഇനി ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്തെ കുറിച്ച് പദ്ധതി നടക്കുമ്പോഴാണ് ഒരു സുഹൃത്ത്, അത് അദ്ദേഹം എവിടെയുണ്ട്, മലപ്പുറത്തിൽ നിന്ന് അബ്ദുൽ ഖാദർ എന്നാണ് പേര്, പക്ഷെ എല്ലാവരും തന്നെ ബാപ്പുട്ടി എന്നാണ് വിളിക്കുന്നത്. ആ അദ്ദേഹം കുറച്ച് സ്ഥലം ഞാൻ വിട്ടുതരാമെന്ന് പറഞ്ഞു വീട് നിർമ്മിക്കാൻ വേണ്ടി. ഇദ്ദേഹം മഹാകവി മോഹിൻകുട്ടി വൈദ്യരുടെ പിൻഗാമിയാണ് എന്നുള്ളതാണ് വേറൊരു വശം. പാട്ട് പാടിയിട്ടില്ല, കുടുംബത്തിൽ അദ്ദേഹം 15 സെന്റ് സ്ഥലം നമുക്ക് ഇതിനെ വിട്ടു തന്നു. അദ്ദേഹം അന്ന് ഉദ്ദേശിച്ചത് ഒരു 5 വീടായി. പക്ഷെ ഞങ്ങൾ പറഞ്ഞു നമുക്കൊരു ചുരുങ്ങിയത് 5 സെന്റെങ്കിലും ഓരോ വീട്ടിനും കൊടുക്കണം. അതേ സമയത്ത് തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഭാഗവാക്കായ മലപ്പുറം ജില്ലാ ട്രഷറർ കൂടിയായ ആലിം മുഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്. അദ്ദേഹത്തിന്റെ വകയിൽ തന്നെ നമുക്ക് 10 സെന്റ് സ്ഥലം തന്നു. മാത്രമല്ല ഈ വീട് നിർമ്മിക്കുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരാൻ വേണ്ടി അവർ രണ്ടുപേരും സന്നദ്ധമാണ്. ഞങ്ങളെ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു പരിപാടി തുടങ്ങുമ്പോൾ തന്നെ ആദ്യമായി
ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നത് ഇവർ രണ്ടുപേർക്കും ഞങ്ങൾക്ക് പ്രചോദനം നൽകിയതാണ്. അതേ സമയത്ത് തന്നെ ഞങ്ങൾ ഇത്തരം ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് നല്ലവരായ കുറെ മനുഷ്യന്മാർ, ഞങ്ങളുടെ ഗൾഫിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ചും അയ്യന്റെ പോഷക ഘടകമായ IMCC എന്ന് പറയുന്ന അവരെല്ലാം തന്നെ പറഞ്ഞു ഞങ്ങളും പരമാവധി ഞങ്ങൾ സഹായിക്കാം സഹകരിക്കാം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ധൈര്യമുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ 5 വീടിന് ഇപ്പോൾ കുച്ചടിച്ചിരിക്കുന്നത്. അത് വെറും കേവലം ഒരു വീടല്ല, ചുരുങ്ങിയത് ഒരു 2 ബെഡ്റൂമും നല്ല ഒരു സെൻട്രൽ ഹാളും കിച്ചണും അതുപോലെ തന്നെ ബാത്റൂം ഒക്കെ ഉള്ള റൂമായിരിക്കണം, മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതിന് പരമാവധി നല്ല നിലയിൽ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വീടെടുക്കുന്നത് ആ രൂപത്തിലുള്ള ഒരു വീടാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. സംഭവം ഇത്തരം ഈ ഒരു ചടങ്ങിന് വേണ്ടി ഞങ്ങൾ വന്യനായ ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മഹാനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സാഹിബിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാ പ്രയാസങ്ങളും അതുപോലെ തന്നെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം കോൺപൂരിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. ആദ്യമായി സുലൈമാൻ സാഹിബിനെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുക. അദ്ദേഹമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അഹമ്മദ് എവർഗോവിൽ സാഹിബ് അവർകളാണ്. ഔപചാരികതയ്ക്ക് വേണ്ടി അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ഇങ്ങനെ ആസൂത്രണം ചെയ്ത സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ഇതിൽ പങ്കെടുപ്പിക്കണം. കാരണം നമുക്ക് രാഷ്ട്രീയത്തിന്റെ എല്ലാ ഭഗതികളും തന്നെ മാറ്റിവെക്കേണ്ട ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് തന്നെ സ്ഥലം MLA നമ്മുടെ പ്രിയപ്പെട്ട IC ബാലകൃഷ്ണൻ സാർ അവരോട് വിളിച്ചപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം എത്തുന്നു. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇന്ന് 1-2 പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ടാണ് അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന സംഭവം. പിന്നീട് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാര് സഖാവ് ഗഗാറിൻ CPM-ന്റെ വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി അദ്ദേഹം ക്ഷണിക്കേണ്ട താമസം അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗഗാറിൻ സാഹിബ് ഇതിലേക്ക് സ്വാഗതം ചെയ്യും. ഇനി ഇവിടെ ഇത് യശസ്വിയനായ വീരേന്ദ്രകുമാർ സാറിന്റെ നാടാണ്. അദ്ദേഹത്തിന്റെ പുത്രനും അതുപോലെ തന്നെ RJD-യുടെ പ്രസിഡന്റുമായ ഷയസ് കുമാർ അവർകളെ ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ക്ഷണം സ്വീകരിച്ചു. പക്ഷെ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ഗോവയിൽ ഒരു പരിപാടിയുണ്ട്, അതുകൊണ്ട് തന്നെ എന്റെ പ്രതിനിധിയായി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് EJ അനിൽകുമാർ ഇവിടെ എത്തുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം സാക്ഷ്യം സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ അമ്പലവയൽ പഞ്ചായത്ത് അത് പറഞ്ഞു വയനാട്ടിലെ ഏറ്റവും കൂടുതൽ സജീവമായ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരു പഞ്ചായത്താണ് എന്ന്. അവര് ആദ്യം മുതൽക്ക് തന്നെ വളരെ സഹോദരം വളരെ ഉത്സാഹത്തോടു കൂടി ഞങ്ങൾക്ക് എല്ലാ സഹകരണം തന്നു. ഭാവിയിലും ഞങ്ങൾക്ക് എല്ലാ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീമതി അഫ്സ അവരുടെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. പിന്നീട് വൈസ് പ്രസിഡന്റ് ഷമീർ ഞങ്ങളുടെ പാർട്ടിയുടെ അഭ്യുതകക്ഷിയാണ്. അത് മാത്രമല്ല നമ്മുടെ പ്രവർത്തകർക്ക് എല്ലാ പ്രോത്സാഹനം നൽകുന്ന ആളാണ്. അദ്ദേഹത്തെയും ഇതിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പ്രദേശത്തിന്റെ നമ്പർ MC കൃഷ്ണകുമാർ വളരെ ആദരവോടുകൂടി ഞങ്ങളുടെ സ്വീകരിച്ചു. അദ്ദേഹത്തെയും ഞങ്ങൾ സാക്ഷ്യം സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിലേക്ക്. പിന്നെയുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ കുറെ നേതാക്കന്മാരാണ്. കുറെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ CH അമീദ് മാസ്റ്റർ ഈ യോഗത്തില് ആശംസ പറയും. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വയനാട് എന്ന് പറയുന്ന ഈ മനോഹരമായ ഈ ജില്ല ഞങ്ങൾക്ക് മനോഹരം തന്നെയാണ്. ഇവിടെ പാർട്ടിയെ നയിക്കുന്നത് ബഹുമാനപ്പെട്ട AP അഹമ്മദ് സാഹിബാണ്. AP അഹമ്മദ് സാഹിബിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഇത് കൂടാതെ തന്നെ ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ നേതാക്കന്മാരായ വൈസ് പ്രസിഡന്റ് മൊയ്തീൻ കുഞ്ഞി കളനാട്, സെക്രട്ടറിമാരായ MA ലത്തീഫ്, അഷ്റഫ് അലി തുടങ്ങിയ കുറെ നേതാക്കന്മാർ, പോഷക ഘടകങ്ങളായ കിസാൻ ലീഗിന്റെ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബു കുമ്മാലി തുടങ്ങിയ കുറെ നേതാക്കന്മാർ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലയുടെ കുറെ പ്രസിഡന്റുമാര്, കോഴിക്കോട് ജില്ലയുടെ പ്രസിഡന്റ് ശോഭ അബൂബക്കർ സാഹിബ്, മലപ്പുറം ജില്ലയുടെ പ്രസിഡന്റ് ശബദ് സാഹിബ് തയ്യിലി. കാരണം അദ്ദേഹം ഇതിന്റെ ഒരു ഓർഗനൈസറും കൂടിയാണ്. കാരണം മലപ്പുറത്ത് നിന്ന് ഇവരൊക്കെ കൊണ്ടുവന്നതിന് വലിയ പങ്ക് വഹിച്ചാണ്. അദ്ദേഹത്തിന്റെ പ്രചോദനം ഇതിന്റെ പിന്നിലുണ്ട്. കുറെ മറ്റു നേതാക്കന്മാര് ഇവിടെ. അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് പഞ്ചാല സാഹിബ്, അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാര്, മറ്റുള്ളവർക്ക്
അതുപോലെ പ്രവർത്തക സമിതി അംഗം ഇബ്രാഹിം സാഹിബ് തുടങ്ങി കുറെ നേതാക്കന്മാരുണ്ട്. ഇവിടെയുള്ളവർക്ക് ഞങ്ങൾ സ്വാഗതം പറയുന്നില്ല, പറയാൻ പാടില്ല എന്നാണ് ജില്ലയിലുള്ളവർക്ക് സംഭവം. അതേസമയത്ത് വളരെ ദൂരെ നിന്നൊക്കെ വന്നിട്ട് ഈ ചടങ്ങിന് സാക്ഷിയാകാൻ വേണ്ടി വന്ന കുറെ നേതാക്കന്മാരുണ്ട്. അവരെയൊക്കെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടി നമുക്ക് ഉടനെ ആരംഭിക്കാം. കാരണം മഴയുണ്ട്, ദൂരെ നിന്ന് വന്നവർക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. പല ജില്ലകളിൽ നിന്നും വന്നിട്ടുണ്ട്. അതിനിടയിൽ ചില ജില്ലകളൊക്കെ തന്നെ ഈ ഫണ്ട്, ഈ ഉദ്യമത്തിലേക്ക് അവരാർ പിരിച്ച ഫണ്ട് കൊണ്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഫണ്ടും ഇവർ വെച്ച് സ്വീകരിക്കുന്നതാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബിനെ യോഗം നിയന്ത്രിക്കാൻ വേണ്ടി സാദരം ക്ഷണിക്കുന്നു.